എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. യഃ കൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലദ്ഭാനുദീപം ശശ്വത്സം പുഷ്ടസംപ്രേക്ഷകമഖില ജഗദ്ഭ്രാന്തിനാട്യം വിദത്യ കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയവശകാൻ വാസനാഗാനസക്താൻ ജീവച്ഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തു ഭൂത്യൈ. എല്ലാ പറളിക്കാടുള്ള എല്ലാ സ്നേഹനിധികളായ ഭക്തജനങ്ങളെയും ആദ്യം തന്നെ ഞാൻ വന്ദിക്കട്ടെ. ഇവിടെ നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഇതാദ്യം പറഞ്ഞു നിർത്തിയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണോ പറഞ്ഞു നിർത്തിയത് അതിൻ്റെ തുടർച്ചയാണ്. അതായത് വിജയമേനോൻ സാറ് പറഞ്ഞു, ഈ പറഞ്ഞതായ വിഷയം ഒരു പടി മീതെ ചിന്തിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് എന്ന്. അതുകൊണ്ട് സാധാരണക്കാർക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാൻ പാടില്ലേ, അവർക്ക് അറിയേണ്ടതല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ മറികടക്കേണ്ടത് പടിപടിയായിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ശീലങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ്. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ് നമ്മളൊരു ചായ കുടിച്ചു എന്നിരിക്കട്ടെ, പിറ്റേ ദിവസം ആ നേരമാകുമ്പോൾ നമുക്ക് ചായ കുടിക്കാനുള്ള തോന്നലുണ്ടാവും. അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നെ അത് തലവേദനയായി വയ്യായ്കളായി അങ്ങനെ നമ്മുടെ ശരീരം എന്താണോ ശീലിച്ച് വരുന്നത് അതിനെ പിന്തുടരാൻ വേണ്ടി പുറപ്പെട്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ഈ ഒരു ഭാഗത്തേക്ക്, ഈ ഒരു തലത്തിലേക്ക്, എന്താണോ രഘുഗണനും അതുപോലെ ബ്രാഹ്മണ രൂപത്തിൽ വന്നിരിക്കുന്നതായ ഭരതമുനിയും തമ്മിൽ പറയുന്നത്, ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ നമ്മളെല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോഴേ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഒരു ദിവസം ശ്രമിച്ചു പറ്റിയില്ല, നിർത്താം, അങ്ങനെയല്ല. ഇതിങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കണം. അതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളൂ. അതായത് ഭാഗവതം എന്ന് പറയുന്ന ആ വലിയൊരു സമുദ്രം ഉണ്ടല്ലോ, അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ഭക്തിക്ക് പ്രാധാന്യമുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നുമെങ്കിലും ഭക്തിയിലൂടെ ചെന്നെത്തേണ്ടത് ആ ഒരൊറ്റ തത്വത്തിലാണ്, ആ പരമാത്മ ചൈതന്യത്തിലാണ് എന്നുള്ളത് പല രൂപേണ, ചിലപ്പോൾ വാച്യമായിട്ടായിരിക്കും, ചിലപ്പോൾ വ്യംഗ്യമായിട്ടായിരിക്കും, പല രൂപത്തിലും പറഞ്ഞു തരുന്നുണ്ട്. കഴിഞ്ഞ മാസത്തിലെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, വാസുദേവൻ എന്ന് പറഞ്ഞ വാക്കിന് വസുദേവരുടെ പുത്രൻ എന്ന് മാത്രമൊന്നും അല്ല അർത്ഥം. വസന്ത്യസ്മിൻ ഭൂതാഹ ലോകാഹ, ആ ആളിലാണ് ഈ കാണുന്നതെല്ലാം വസിക്കുന്നത്. അങ്ങനെയുള്ള ദേവനാണ് വാസുദേവൻ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വാസുദേവനിൽ എല്ലാവരുടെയും ബുദ്ധിയും പ്രവൃത്തിയും എല്ലാം ചെന്നെത്തട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അതാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ അവസാനത്തിലെ, ഈ പഞ്ചമസ്കന്ധത്തിലെ 12ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം വായിക്കുമ്പോൾ മനസ്സിലാവും, ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കർമ്മങ്ങളെ ക്രിയകളൊന്നും ചെയ്തത് കൊണ്ട് ആവില്ല, സത്സംഗങ്ങൾ വേണം. എന്തുകൊണ്ടാണ് ഇത്രയ്ക്കധികം ലോകം വ്യാപിച്ച് സത്സംഗങ്ങൾ നടക്കണത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടി ഈ ഭരതയോഗീശ്വരൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല നല്ല ആൾക്കാരുമായിട്ട് ചേർച്ച ഉണ്ടാവട്ടെ, അതിൽ നിന്നേ നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പഠിച്ചതൊന്നും വലിയ കാര്യമല്ലേ, നമ്മൾ എന്തെല്ലാം എത്രയോ വർഷങ്ങൾ നീണ്ടു നിന്ന പഠനം അതൊന്നിനും പ്രയോജനപ്രദമാവുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമ്മളിൽ നിന്ന് തന്നെയാണ്. ആ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത്. പഠനം എന്ന് പറയുന്നത് കേവലം ജ്ഞാനവും അതിനെ പ്രവൃത്തി തലത്തിലെത്തിക്കുന്നത് വിജ്ഞാനവുമാണ്. പ്രയോഗ തലത്തിലെത്തുമ്പോഴേ ഏതൊരു ജ്ഞാനം കൊണ്ടും പ്രയോജനമുള്ളൂ. ഇവിടെ എല്ലാ പുരോഗതികളും ഉണ്ടാകുന്നത് എല്ലാം തന്നെ ആ പ്രവൃത്തി തലത്തിലേക്ക് എത്തുമ്പോഴാണ്. അല്ലാതെ അത് അറിവായിട്ട് ഒരാളുടെ കയ്യിലിരുന്നു, അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തില്ല, വേറൊരാളും അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ആ ഒരു അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അത് അറിവെന്നുള്ളത് വിളക്കാണ്, വെളിച്ചമാണ്. അത് തടഞ്ഞു നിർത്താനൊന്നും പറ്റില്ല. അത് ആർക്കും കൈവശം വെക്കാനോ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാനോ സാധ്യമല്ല.
അത് ഏത് രൂപത്തിലായാലും താല്പര്യമുള്ളവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ മോഹമുള്ളവരുടെ അടുത്തേക്ക് അറിവ് ചെന്നെത്തുക തന്നെ ചെയ്യും. രഘുഗണൻ എന്ന് പറഞ്ഞ രാജാവ്, അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ രാജാവാണ് താൻ എന്നുള്ളൊരു ബോധ്യമുള്ള ആളാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ താൻ രാജാവാണ്, തന്നെ സേവിക്കാൻ കുറെ ആൾക്കാർ ഇവിടെ വേണം എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ, ആ തോന്നലിന്റെ മുകളിലേക്കാണ് ഭരതയോഗീശ്വരൻ പ്രഹരം കഠിനമായിട്ടുള്ള അടി കൊടുത്തത്. എന്നിട്ട് കുറെ വിഷയങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ഞാൻ അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഞാൻ രാജാവാണ്, നിങ്ങൾ പ്രജകളാണെന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്നതിലൊന്നും അർത്ഥമില്ല. ഒരു നിമിഷ നേരം കൊണ്ട് ജ്ഞാനപാനയിൽ പറഞ്ഞതുപോലെ കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞില്ലേ? ആ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. കുട്ടിക്കാലത്ത് എന്താണെന്ന് പോലും മനസ്സിലാവാത്ത വരികളാ. അന്ന് അതൊക്കെ കാണാപ്പാഠം പഠിച്ചു വെച്ചു. എന്തിനാണ് ഈ മാളിക മുകളിൽ കയറിയ ആളുടെ പുറത്തേക്കൊരു മാറാപ്പ് എടുത്തു കൊടുത്തതെന്നാണ് കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചത്. ആ ആള് വെറുതെ മാളികയുടെ മുകളിലേക്ക് കയറി ഇറങ്ങി വന്നപ്പോൾ അയാളുടെ കയ്യിൽ ഒരു മാറാപ്പാണ് എന്ന് തെറ്റിദ്ധരിച്ചൊരു കുട്ടിയായിരുന്നു ഞാൻ. ഞാൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാവും വിചാരിക്കുക. കാലം ചെല്ലുമ്പോഴാണ് മാളിക മുകളിൽ കയറിയിരിക്കുന്നത് ആരാണ്, ഏത് സമയവും ഈ കയ്യാലപ്പുറത്തെ നാളികേരം തെങ്ങ പോലെയാണ്, എവിടേക്കും മാറി മറിയാം. വളരെ സുബദ്ധമാണ് നമ്മുടെയൊക്കെ ജീവിതം. വളരെ എല്ലാം ഇൻഷുവേർഡ് ആണ്. നമ്മൾ പലതും കണ്ടുവച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിനൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് പലതരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ യുദ്ധത്തിന്റെ രൂപത്തിലാവാം, ചിലപ്പോൾ മലവെള്ളപ്പാച്ചിലിന്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ വെയിലിന്റെ രൂപത്തില്, ക്ഷാമത്തിന്റെ രൂപത്തിലാവാം. എങ്ങനെയൊക്കെ വരാം. ഈ പറഞ്ഞ കാശിന് വല്ല വിലയുണ്ടോ? പിന്നെ തമ്മിൽ ആൾക്കാര് സ്നേഹത്തോടു കൂടി പെരുമാറുന്നതിന് മാത്രമേ വിലയുള്ളൂ. എൻ്റെ കയ്യിൽ കുറെ ഭക്ഷണമുണ്ട്, അടുത്ത ആളുടെ കയ്യിൽ അതാണ് ആവശ്യം എന്ന് വെച്ചാൽ അത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കുറെ നോട്ടുണ്ടായിട്ട് ഭക്ഷണമോ വെള്ളമോ പാലോ പഴങ്ങളോ ഒന്നും ആവില്ല. അപ്പോൾ പ്രതിനിധീകരിച്ച് നിൽക്കുന്ന ഈ ധനത്തിനാണ് നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. 1 കിലോ അരി ഇത്ര രൂപയ്ക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ആ രൂപ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതേ നമ്മൾ ആലോചിക്കാറുള്ളൂ. അരി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ ആലോചിക്കുന്നില്ല. ശരിക്കും വേണ്ടത് എന്താ? അരിയാണ് വേണ്ടത്. അപ്പോൾ പണ്ട് നടന്നിരുന്നത് പോലെ അരി കൊടുക്കുമ്പോൾ കായ കിട്ടുക, അല്ലെങ്കിൽ ചക്ക കൊടുക്കുമ്പോൾ മാങ്ങ കിട്ടുക എന്നുള്ള സമ്പ്രദായത്തിലാണ് ഇവിടെ ജീവിതം മുമ്പാക്കം പോയിരുന്നത്. നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ട്. ബാർട്ടർ സമ്പ്രദായം, കൊടുക്കൽ വാങ്ങൽ, വസ്തുവകകൾ കൊടുക്കുക വാങ്ങുക. അതിന് പ്രത്യേകിച്ച് ഒരു മൂല്യമായിട്ട് ഒന്നിനെയും കണക്കാക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ മൂല്യമായിട്ട് പിന്നെ എന്ത് വന്നു? ഒരു നോട്ടിറങ്ങി. ഗാന്ധിയുടെ ശിരസിന്റെ ചിത്രവുമായിട്ടൊരു നോട്ടിറങ്ങി. അതോടുകൂടിയിട്ട് ജനങ്ങൾ മുഴുവനും അതിൻ്റെ പുറകെയായി. ഈ 1 കിലോ അരിക്ക് ഇത്ര രൂപ, അല്ലെങ്കിൽ ഇത്ര എന്താണ് നെല്ലിന്, അതല്ലെങ്കിൽ ഇത്ര പച്ചക്കറിക്ക്, ഇത്ര പാലിന്, ഇത്ര പെട്രോളിന് ഒക്കെ ഈ പൈസ കൊടുത്താൽ മതി. ആ പൈസയുടെ പുറകെയായി മനുഷ്യൻ. സത്യത്തിൽ ഇതൊന്നും യഥാർത്ഥത്തിലുള്ളതല്ല. ഈ പറഞ്ഞ കാശും യഥാർത്ഥത്തിലുള്ളതല്ല, അരിയും യഥാർത്ഥത്തിലുള്ളതല്ല. ഇതൊക്കെ നമ്മുടെ ഇവിടെ ജീവിച്ചു പോകാനുള്ളതായ ചില സാഹചര്യങ്ങൾ മാത്രമാണ്. നമ്മളിവിടെ ജനനം എടുത്തുവല്ലോ, കർമ്മം ചെയ്യാതെ വയ്യ. ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്, നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അസംഗമായി നിന്ന്, സംസർഗമില്ലാതെ നിന്ന് കർമ്മങ്ങൾ ചെയ്യുക, അത് മാത്രമേ നിവൃത്തിയുള്ളൂ. പോരാത്തതിന് അതിനോടൊപ്പം തന്നെ സജ്ജനങ്ങളുമായിട്ട് സംസർഗമുണ്ടാക്കുക. ആദ്യം പറഞ്ഞ അറിവുകളപ്പോൾ എവിടെ പോയി? ഈ സജ്ജനങ്ങൾ എന്താണോ ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ അറിവുമായിട്ട് തട്ടിച്ചു നോക്കാൻ പറ്റും. ആ അറിവ് അവർ ചെയ്യുന്നതുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ജീവിതം മുമ്പാക്കം പോയാൽ മോക്ഷത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഭാഗവതകാരന് യാതൊരു സംശയവുമില്ല. പാരായണം ചെയ്യുന്ന ആസ്വാദകന്മാർക്കും ഭക്തന്മാർക്കും സംശയം കാണില്ല. അല്ലാത്ത സമയത്താണ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ, വികല്പങ്ങൾ മനസ്സിൽ കയറി വരും. ആ വികല്പമില്ലാത്തതായ നിർവികൽപകമായിട്ടുള്ള ഭേദബുദ്ധികൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങനെ ചായ്വില്ലാത്ത ആ നേർവഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് പരമതത്വത്തെ പറ്റിയിട്ടുള്ള അറിവുണ്ടാവണം. അതിനാണ് ഈ പടികളൊക്കെ. നമ്മളെല്ലാവരും പടികളിൽ ഇരുന്ന് കുറച്ചു ദൂരം നടക്കും, പിന്നെ പടിയുമിരുന്ന് വിശ്രമിക്കും, തിരിച്ചിറങ്ങിപ്പോരും. പടിയിലൂടെ മുകളിലേക്ക് ആരും അധികം കയറി പോവാറില്ല.
അത് അങ്ങനെ പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി, നമുക്ക് ഈ ഒരു ലോകത്തിൽ നിന്നുള്ള ബന്ധം വിട്ടുപോകുമ്പോൾ ആ അനുഭവത്തിന്റെ തലത്തിൽ നിൽക്കുന്നവരുടെ സൗഖ്യം എന്താണ് എന്നുള്ളത് സാധാരണക്കാരായിട്ടുള്ള നമുക്കാർക്കും അറിയില്ല. അങ്ങനെയുള്ളവരുടെ സൗഖ്യത്തെ പറ്റിയിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും, അതും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഒരടി പോലും മുമ്പാക്കം വെക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പോ ഈ രഘുഗണന്റെ ചോദ്യങ്ങൾക്ക് എല്ലാം നമ്മൾ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഈ ദൃശ്യമായിട്ട് ഇവിടെ കാണുന്നത് അതെല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. അതിനപ്പുറത്തുണ്ടൊരു ലോകം, അതാണ് യഥാർത്ഥ ജ്ഞാനം, അതാണ് യഥാർത്ഥ ലോകം. അവിടേക്ക് എത്തണം എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത്. അതിനുള്ള ഉപായമാണ് ആ ശത്രുവിനെ ഹനിക്കണം, മനസ്സിനെ പിടിച്ചു നിർത്തണം. മനസ്സൊരു മരഞ്ചാടിയാണ് എന്ന് പറഞ്ഞു. ഒരു ദിക്കിലും വിശ്രമിക്കാതെ ചാടി ഓടി നടക്കുന്ന ഒരു മരഞ്ചാടിയാണ്, അതിനെ പിടിച്ചു കെട്ടുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അടുത്ത അധ്യായത്തിലേക്ക്, 12ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്നത്തെ എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, പറളിക്കാടുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ ഇതിനൊക്കെ മൂകസാക്ഷിയായിട്ട് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമാനന്ദ സ്വാമിജിക്കും പരമ്പൊരുളായിട്ടുള്ള ഭഗവാനും സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം, ഇന്നത്തെ ശ്ലോകം ചൊല്ലി നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ അധ്യായം തുടങ്ങുമ്പോൾ ആദ്യം തന്നെ രഘുഗണന്റെ ചോദ്യമാണ്. രഘുഗണ ഉവാച, രഘുഗണൻ ചോദിക്കുകയാണ്. രഘുഗണന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ നിൽക്കുന്നത് വെറുതെ ഒരു അദ്ദേഹത്തെ കണ്ടാൽ ഒരു ഉത്തമനായിട്ടുള്ള വ്യക്തിയാണെന്നൊന്നും തോന്നില്ല. ആദ്യമുള്ള ക്ലാസ്സിൽ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, പലരെയും കണ്ടാൽ നമുക്ക് തോന്നില്ല ഇവർക്ക് ഇത്ര അറിവുണ്ടോ, അല്ലെങ്കിൽ ഇവര് ഈ ഒരു മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവരാണോ. അവരെയൊക്കെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ട്, ഭ്രാന്തന്മാര്. നമ്മുടെ ഇതിലൊന്നും പെടാത്ത കുറെ ആൾക്കാർ എന്നുള്ള രീതിയിലാണ് അവരെ മാറ്റി നിർത്തുന്നത്. അപ്പോ ഈ ഭരതമുനിയെ കണ്ടപ്പോഴും ഭരതയോഗീശ്വരനെ കണ്ടപ്പോഴും രഘുഗണന് അതന്നെയാ തോന്നിയത്. കണ്ടാൽ വലിയ രൂപഭാവ വേഷങ്ങളൊന്നും ഇല്ല, ഒരു മെച്ചവുമില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്ര അറിവോ, ബ്രാഹ്മണനാണങ്ങ്, ബ്രഹ്മജ്ഞാനം ഉണ്ടായിട്ടുള്ള ആളാണങ്ങ് എന്നുള്ളത് കണ്ടാലൊന്നും തോന്നില്ല. അതാണ് രഘുഗണൻ പറയണത്. നമോ നമഃ കാരണ വിഗ്രഹായ സ്വരൂപതുച്ഛീകൃത വിഗ്രഹായ നമോവധൂത ദ്വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവായ തുഭ്യം. രഘുഗണൻ പറയാണ്, കാരണമാകുന്ന ശരീരത്തോടു കൂടിയവൻ, അതാണ് കാരണവിഗ്രഹ. വിഗ്രഹം എന്ന് പറഞ്ഞാല് ശരീരമാണ്. വിശേഷേണ ഗ്രാഹയതീതി വിഗ്രഹ. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടെ വിഗ്രഹം ഇന്ന ദേവന്റെ വിഗ്രഹമാണെന്ന് പറയൂലോ, ആ ദേവനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ ഈ വിഗ്രഹത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിഗ്രഹം എന്നുള്ളത് പ്രതിഷ്ഠയ്ക്ക് നമ്മൾ പേര് കൊടുക്കുന്നത്. നമുക്ക് ആ ദേവനെ പറ്റിയിട്ട്, ദേവിയെ പറ്റിയിട്ടുള്ള ജ്ഞാനം ഉണ്ടാക്കി തരുന്നത് എന്തോ അതാണ് വിഗ്രഹം. ആ പല അർത്ഥങ്ങളുണ്ട് വിഗ്രഹത്തിന്, ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാരണമാകുന്ന ശരീരത്തോടു കൂടിയവനും, അതാണ് നമോ നമഃ കാരണ വിഗ്രഹായ. അത് ആ പുസ്തകത്തിൽ ഉണ്ടാവില്ല, അർത്ഥം കേട്ട് മനസ്സിലാക്കിക്കോളൂ. സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ, അതാണ് മറ്റൊരു പ്രത്യേകത. ഈ ഭരതയോഗീശ്വരനെ കാണുമ്പോൾ, അദ്ദേഹത്തിന്റെ രൂപം കാണുമ്പോൾ, സ്വരൂപം കാണുമ്പോൾ ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള തത്വം എന്താണ് എന്നുള്ളത് ശരീരം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് കീറി പറഞ്ഞ വേഷം, ഒരു ശ്രദ്ധയില്ലാത്ത സംസ്കാരമില്ലാത്തതായ മുടി, ഒതുക്കി വയ്ക്കാത്തതായിട്ടുള്ള മുടി, താടി, അതുപോലെ കുളി കഴിയാത്ത ശരീരം, വസ്ത്രങ്ങൾ എന്തൊക്കെയോ വാരി ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആൾക്ക് ഇത്രയ്ക്കധികം ഉപദേശമൊക്കെ പറഞ്ഞു തരാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ് ഭരതയോഗീശ്വരനോട് രഘുഗണൻ ചോദിക്കുന്നത്. അതാണ് അത്ഭുതമായിട്ട് പറയുന്നത്. സ്വരൂപ തുച്ഛീകൃത വിഗ്രഹായ നമോ. അങ്ങനെയൊക്കെയുള്ള അങ്ങ് ഭഗവാൻ തന്നെയാണ്, അതാണ് കാരണവിഗ്രഹായ. അതായത് അറിവ് സിദ്ധിച്ച, ഈ ജ്ഞാനം ലഭിച്ചവൻ ഈശ്വര തുല്യനാണ്, ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് കാരണവിഗ്രഹായ എന്ന് ആദ്യമേ പറഞ്ഞത്. അങ്ങനെയുള്ള അവധൂത, അല്ലയോ സന്യാസി വരിക, അങ്ങേ കണ്ടാൽ എന്താ തോന്നുക? ദ്വിജബന്ധുലിംഗ നിഗൂഢ നിത്യാനുഭവായ തുഭ്യം നമഃ. അങ്ങയെ കണ്ടാല് ഒരു ബ്രാഹ്മണനാണ്, കീറി പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് എന്ന് തോന്നും. പക്ഷേ അതൊന്നും അല്ല അങ്ങ്.
ഇപ്പോഴല്ലേ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി വരുന്നത്. അങ്ങയുടെ കയ്യിൽ, അങ്ങയുടെ ഉള്ളിൽ എന്തെല്ലാം അറിവുകൾ തളം കെട്ടി നിൽക്കുന്നു, അങ്ങ് എന്തെല്ലാം എനിക്ക് ഉപദേശിച്ചു തന്നു എന്നുള്ളത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. ഞാൻ കരുതിയത് അങ്ങ് വെറുമൊരു നിസ്സാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഭ്രാന്തൻ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ കരുതിയത് എന്ന് രഘുഗുണൻ മാപ്പപേക്ഷിച്ചുകൊണ്ട് പറയാണ്. എന്നിട്ട് ജ്വരാമയാർത്തസ്യ യഥാഗതം സന്നിധാഘ ദഗ്ധസ്യ യഥാ ഹിമാംഭ കുദേഹമാനാഹി വിദഷ്ടദൃഷ്ടേർബ്രഹ്മൻ വചസ്തേ മൃതമൗഷധം മേ. ഹേ ബ്രഹ്മൻ, അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങയുടെ വാക്കുകൾ എനിക്ക് മരുന്ന് പോലെയായി. നമ്മൾ എപ്പോഴാ മരുന്ന് കഴിക്കുക? അസുഖങ്ങൾ വരുമ്പോഴാണ് മരുന്ന് കഴിക്കുക, അസുഖം മാറാൻ. ഇവിടെ രഘുഗണന് എന്തൊരസുഖമാണ് ഉണ്ടായിരുന്നത്? നമ്മൾ കേട്ടിടത്തോളം പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ശാരീരികമായിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. രാജാവാണ് എന്നുള്ള ഒരൊറ്റ അസുഖം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അമാലന്മാരെ കുറെ പേരെ പിടിച്ചു നിർത്തി അവരെ കൊണ്ട് മഞ്ചൽ എടുപ്പിച്ചിട്ട്, ശിബിക എടുപ്പിച്ചിട്ട് ഇങ്ങനെ അതിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അസുഖം മുഴുവനും മനസ്സിനാണ്, അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഈ രഘുഗണൻ എന്ന് പറഞ്ഞ രാജാവിന്റെ മനസ്സിനാണ് അസുഖമുണ്ടായിരുന്നത്. അതാണ് മാറ്റിക്കൊടുക്കാൻ, അതിനുള്ള മരുന്നാണ് ഈ അവധൂതൻ, ഈ ബ്രഹ്മചാരി ആയിട്ടുള്ള ഭരതയോഗീശ്വരൻ നൽകിയത്. അതെങ്ങനെയുള്ളതായിരുന്നു? അതിനൊരു ഉദാഹരണം അപ്പൊ താൽക്കാലികമായിട്ട് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എങ്കിലും നമ്മൾ പറയും ഏതാണ്ട് ഇതുപോലെ കണ്ടാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയും. ഇന്ന ആളെ കണ്ടാൽ ആ ഇന്ന ദിക്കില് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ ഇന്ന സാരി എടുത്ത് ഇന്ന ആളുടെ ഛായയിൽ അല്ലെങ്കിൽ ഇന്ന ഷർട്ട് ഇട്ടിട്ട് ഇന്ന പോലെ ഒരാളുണ്ടാവും എന്ന് പറയും. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അത്രേ പറ്റുള്ളൂ, ചെന്ന് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അതുപോലെ ഇപ്പൊ കിട്ടിയ മരുന്നിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് പറയണത്. ഇപ്പൊ രഘുഗണൻ പറയാണ്, ജ്വരാമയാർത്തസ്യ യഥ അഗതം സദ് അഗതം. ജ്വരാമയാർത്ഥം, ജ്വരം എന്ന് പറഞ്ഞാൽ പനിയാണ്. പനി കൊണ്ട് വയ്യാതിരിക്കുന്ന ഒരാൾക്ക് ഒരു മരുന്ന് കിട്ടിയാൽ എങ്ങനെയാണ്? അഗതം എന്ന് പറഞ്ഞാല് ജ്വരാമയാർത്തസ്യ യഥാഗതം സത്, നല്ലൊരു മരുന്ന്. ആ പനി പരിപൂർണമായി മാറ്റിക്കളയാനുള്ളതായ ഒരു മരുന്ന് കിട്ടിയാൽ എങ്ങനെയായിരിക്കും? ആ മരുന്ന് കിട്ടുമ്പോൾ അയാളുടെ അസുഖം മാറുമ്പോഴുള്ള ഒരു സുഖം എന്തായിരിക്കും? അതുപോലെ നിദാഘദഗ്ധസ്യ യഥാ ഹിമാംഭ. നിദാഘം എന്ന് പറഞ്ഞാല് വെയിലാണ്. നിദാഘദഗ്ധൻ, വെയില് കൊണ്ട് ചൂട് പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണോ മഞ്ഞിന്റെ തണുപ്പുള്ള വെള്ളം കിട്ടിയാലത്തെ ഒരു സുഖം, നമുക്കറിയാം വേനൽക്കാലത്ത് നമുക്ക് എവിടുന്നെങ്കിലും കുറച്ച് തണുത്ത വെള്ളം കിട്ടിയാൽ മതി എന്ന് നമ്മളെല്ലാവരും വിചാരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ തണുത്ത വെള്ളം കൊണ്ട് തരികയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന സുഖം എന്തായിരിക്കും? അതുപോലെയായി എനിക്ക് കിട്ടിയ അങ്ങയുടെ അമൃതോപദേശം. എനിക്ക് എന്താണ് ഉണ്ടായിരുന്നത്? കുദേഹമാനാഹി വിദഷ്ട ദൃഷ്ടേഹേ. കുദേഹ മാന അഹി, അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അപ്പോ ഈ എന്ന് വേണമെങ്കിലും നശിച്ചു പോകാവുന്നതായ കുൽസിതമായിട്ടുള്ളതായ ദേഹം, അതാണ് കുദേഹം. നമുക്കറിയില്ല ഇത് എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. ജനിച്ച അന്ന് മുതൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മരണം എന്നുള്ളത്. ജനിച്ചവർക്കൊക്കെ മരണമുണ്ട്, എന്നാണ് മരണം വരുന്നത് എന്നറിയില്ല. അപ്പോൾ ഈ ആത്മാവ് ഈ ശരീരം വിട്ടു പോവുകയും ചെയ്യും. അങ്ങനെ വളരെ താൽക്കാലികമായിട്ട് മാത്രം ലഭിച്ചിരിക്കുന്നതായ ഈ ദേഹത്തിനെ പറ്റിയിട്ട് ഞാൻ വലിയ അഭിമാനം വെച്ച് പുലർത്തിക്കൊണ്ട് നടക്കുകയാണ്. അതാണ് കുദേഹമാനം. കുദേഹം, ചീത്തയായ ഒന്നിനും കൊള്ളാത്തതായിട്ടുള്ള ഈ ദേഹമാണ് ഞാൻ എന്നുള്ളതായ അഭിമാനം, പൊങ്ങച്ചം, അതാകുന്ന അഹി പാമ്പ്, അത് കടിച്ചിരിക്കുകയാണ്. അപ്പൊ വിഷം ഇങ്ങനെ കയറി മൂത്ത് നിൽക്കുകയാണ്, വിഷം കയറി നിൽക്കുകയാണ്. അങ്ങനെ വിഷം കയറി നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു മരുന്നും ഫലിക്കില്ല, മരണമേ സംഭവിക്കാറുള്ളൂ. പക്ഷെ ഭാഗ്യത്തിന് എനിക്ക് അമൃതിന് തുല്യമായിട്ടൊരു മരുന്ന് അങ്ങ് എനിക്ക് തന്നു. സാധാരണ മരുന്നുകൾക്കൊന്നും ഒട്ടും സ്വാദുണ്ടാവില്ല. ഈ പ്രത്യേകിച്ച് ആയുർവേദ മരുന്നുകൾ ആകെ സ്വാദുള്ളൊരു മരുന്നെന്ന് നമ്മൾ കഴിച്ചു നോക്കിയത് ഹോമിയോപ്പതി മരുന്ന് മാത്രം. വലിയ തരക്കടമൊന്നുമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും. അത്രയും അരുതെങ്കിൽ പോലും അതിൻ്റെ മധുരം കാരണം കൃത്യമായിട്ട് കുട്ടികൾ തന്നെ ചോദിച്ചു വാങ്ങുന്ന മരുന്നാണ് ഹോമിയോപ്പതിയുടെ മരുന്നെന്ന് നമുക്കും അറിയാം. അതുപോലെ ഒരു മരുന്നുമില്ല, എല്ലാത്തിനും
കയ്പും ദുസ്വാദും ചവർപ്പും ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ആയുർവേദ മരുന്നാണെങ്കിൽ പറയും വേണ്ട, അന്നത്തെ കാലത്ത് അതാണല്ലോ ഉള്ളത്. അപ്പോൾ ഇവിടെ പറയാണ് എനിക്ക് കിട്ടിയ മരുന്ന് എന്ന് പറയുന്നത് വളരെ സ്വാദുള്ളൊരു മരുന്ന്. അങ്ങനെ ഒരു മരുന്നുണ്ടോ? അതാണ് എനിക്ക് കിട്ടിയ ഉപദേശമാകുന്ന മരുന്ന്. സാധാരണ എല്ലാ ഔഷധങ്ങൾക്കും ദുസ്വാദാണ് ഉണ്ടാകുക എങ്കിൽ ഇവിടെ എനിക്ക് കിട്ടിയ മരുന്ന് വളരെ സ്വാദിഷ്ടമായിരുന്നു. അതാണ് അമൃതം ഔഷധം. അമൃതിന് തുല്യമായ അമൃതം എന്ന് പറഞ്ഞാൽ ഈ ജീവനെ ഇവിടെ എന്നും നമ്മുടെ ശരീരത്തിനെ എന്നും ഇവിടെ നിലനിർത്തുന്ന ഒന്നാണ് അമൃതം. മരണമില്ലാത്തൊരവസ്ഥയെ ഉണ്ടാക്കി തരുന്നതാണ്. അതന്നെയല്ലേ ഉണ്ടാക്കി തന്നത്. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് ഇവിടെ ഉണ്ടായല്ലോ. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധ്യം ഉണ്ടാക്കി തന്ന അമൃതാകുന്ന മരുന്ന് അങ്ങയുടെ ഉപദേശം എനിക്ക് കിട്ടിയതിൽ വളരെയധികം എനിക്ക് കൃതാർത്ഥതയുണ്ട്, വളരെ നന്ദിയുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഉള്ളിലുള്ളതായ ചോദ്യങ്ങളൊന്നും തീരുന്നില്ല. അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് എന്തുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത്? അതങ്ങനെ സാക്ഷാത്കാരം ഉണ്ടാവണം. സാക്ഷാത്കാരം ഉണ്ടായാൽ പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ചോദ്യങ്ങളൊക്കെ അവിടെ നിൽക്കും. പക്ഷെ രഘുഗണൻ ആ ഒരു നിലയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ പറയാണ് എനിക്ക് ഇനിയും കുറേയേറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അതാണ് ഇവിടെ പറയണത്. മൂന്നാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയണത്. തസ്മാത് ഭവന്തം മമ സംശയാർത്ഥം പ്രക്ഷ്യാമി പശ്ചാത് അധുനാ സുബോധം അധ്യാത്മയോഗഗ്രഥിതം തവോക്തമാഖ്യാഹി കൗതൂഹലചേതസോമേ. തസ്മാത് അതുകൊണ്ട് തന്നെ ഭവന്തം അങ്ങയോട് മമ സംശയാർത്ഥം പ്രക്ഷ്യാമി എൻ്റെ സംശയ നിവാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചോളാം. പ്രക്ഷ്യാമി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിക്കുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ചോദിച്ചോളാം. ഞാൻ കാര്യങ്ങൾ കുറച്ചുകൂടി ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് പറഞ്ഞു തരണം. ഒന്നും കൂടിയും ക്ലിയർ ആവാനുണ്ട്, ഒന്നും കൂടിയും കണ്ണാടി തുടച്ച് വൃത്തിയാക്കാനുണ്ട്. മനസ്സാകുന്ന കണ്ണാടിയിൽ ചെറിയ ചെറിയ അഴുക്കുകൾ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അതൊക്കെ നല്ലവണ്ണം ഒരു തുണി എടുത്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് തുടച്ച് കളഞ്ഞാൽ മാത്രമേ പിന്നെ അതിലുപരിയുള്ളതായിട്ടുള്ള കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ണാടിക്ക് നല്ലവണ്ണം പ്രതിഫലന ശേഷി അപ്പോഴുണ്ടാവുള്ളൂ. അത് അങ്ങനെയല്ലേ? കണ്ണാടി നോക്കുമ്പോൾ അതിൽ ചെളി കാണുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പോറലുകളൊക്കെ വീണാൽ നമ്മളെ നോക്കിയാൽ നമുക്ക് നല്ലവണ്ണം കാണാൻ പറ്റില്ല. എന്തുകൊണ്ട്? കണ്ണാടി പ്രതിഫലന അസമർത്ഥമാണ്. കണ്ണാടിയിൽ കൂടെ ഒന്നും പ്രതിബിംബിച്ച് തരാൻ പറ്റാത്ത അവസ്ഥയാണ്. നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി നോക്കൂ, നല്ല വൃത്തിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഉള്ളില് മനസ്സാകുന്ന കണ്ണാടി ഈ പറഞ്ഞ എല്ലാ തത്വങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ, നമ്മുടെ ബുദ്ധിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിച്ച് കൊടുക്കും. പക്ഷേ മനസ്സ് ശുദ്ധമാവണം, മനസ്സ് വൃത്തിയാവണം. അതിനു വേണ്ടിയിട്ട് ഞാൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നീട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതാണ് ഇപ്പോൾ. പക്ഷെ അതുകൊണ്ട് ഇനി പിന്നെയാണ് ചോദിക്കണതെന്നില്ല, ഇപ്പോഴും എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതാണ് അധ്യാത്മയോഗഗ്രഥിതം. അധ്യാത്മ വിഷയവുമായിട്ട്, അധ്യാത്മയോഗവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അധ്യാത്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതായ ആത്മാവ് എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതുമായിട്ടുള്ളൊരു യോഗം, ചേർച്ച. യോഗത്തിന് അതല്ലേ അർത്ഥം? യോഗം എന്ന് പറഞ്ഞാൽ ചേരലാണ്. സംയോഗം എന്ന് പറഞ്ഞാൽ ചേരലാണ്. ആ അധ്യാത്മ തത്വവുമായിട്ട് ചേരുക. ഈ ശരീരമല്ല ഞാൻ, ഈ അധ്യാത്മ തത്വമാണ് ഞാൻ. ആ പരബ്രഹ്മ തത്വത്തിൻ്റെ അംശങ്ങളാണ്, ജീവ തത്വങ്ങളാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇനിയും എൻ്റെ മനസ്സിൽ ചെറിയ കൗതൂഹലങ്ങൾ, ചെറിയ ചോദ്യങ്ങൾ ബാക്കിയൊക്കെ അവശേഷിക്കുന്നുണ്ട്. അതൊക്കെ ഒന്നുകൂടി എനിക്ക് വളരെ വ്യക്തമാക്കി തരണം, അതൊക്കെ ഒന്നുകൂടി ക്ലിയർ ആക്കി തരണം. അതാണ് തവോക്തമാഖ്യാഹി കൗതൂഹല ചേതസോമേ. ഏറ്റവും കൗതൂഹലത്തോടു കൂടിയിരിക്കുന്ന, മനസ്സോടു കൂടിയിരിക്കുന്ന എനിക്ക് ഒന്നുകൂടി മനസ്സിലാക്കി തരണം. ഇപ്പൊ പരിപൂർണമായിട്ട് അറിഞ്ഞു എന്ന് പറയാറായിട്ടില്ല. അതുകൊണ്ട് യദാഹയോഗേശ്വര ദൃശ്യമാനം ക്രിയാഫലം സദ്വ്യവഹാരമൂലം നഹ്യഞ്ജസാ തത്വവിമർശനായ ഭവാനമുഷ്മിൻ ഭ്രമതേ മനോമേ.
അല്ലയോ യോഗേശ്വര, ഇതെല്ലാം മനസ്സിലായിട്ടുള്ളവനെ, യോഗികളിൽ വെച്ച ഈശ്വരനാണ് യോഗീശ്വരൻ. അതാണ് ഭരത യോഗീശ്വരൻ എന്ന് പറഞ്ഞത്. യോഗേശ്വരൻ എന്ന് പറഞ്ഞാലോ യോഗം വന്ന് ഭവിച്ചിട്ടുള്ളവരിൽ വെച്ച ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ. ഹേ യോഗേശ്വര, എത്ര യോഗേശ്വര കൃഷ്ണ, ഭഗവാനെ പറ്റി അങ്ങനെ പറയും. പാർത്ഥോ എത്ര ധനുർധര. ഇവര് രണ്ടുപേരുണ്ടെങ്കിൽ അവിടെ എന്താണ്, ജയം മാത്രമേ ഉള്ളൂ, ധർമ്മം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് ഗീതയിൽ പറയുന്നുണ്ട്. ആ യോഗേശ്വരനായി തീർന്നു ഭരത യോഗീശ്വരനും. കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അത് വ്യക്തമായി. അതുകൊണ്ട് രഘുഗണൻ പറയാണ്, അല്ലയോ യോഗേശ്വര, ദൃശ്യമാനം ക്രിയാഫലം സദ്വ്യവഹാരമൂലം യഥാഹ. അങ്ങ് പറഞ്ഞുല്ലോ കുറച്ച് കാര്യങ്ങള്. എന്താണ്, നമ്മുടെ മുമ്പിൽ പക്ഷെ നമ്മള് ഈ ലോകത്തില് ജീവിച്ചിരിക്കുന്നവരെ പലതും കാണുന്നുണ്ട്. എന്താണ്, ഓരോ പ്രവൃത്തികള് അതിനുള്ളതായിട്ടുള്ള ഫലം, ക്രിയകളും ക്രിയകൾക്കുള്ളതായിട്ടുള്ള ഫലവും അതിവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ചുറ്റും കാണാനുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അതല്ല ശരി, അതിനപ്പുറത്ത് എന്തോ ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അതാണ് ചോദ്യം. അപ്പൊ ആ ഭാഗങ്ങളൊന്നും മുഴുവനും ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ആ ചോദ്യം വരുന്നത്. അതാണ് ദൃശ്യമാനം, കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. നമ്മൾ പറയാറുണ്ട് കഥകൾ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അധ്യാപകർ നമുക്ക് കഥകൾ പറഞ്ഞു തരും. ഈ വേദാന്തം ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരക്ഷരം മനസ്സിലാവില്ല. കുട്ടിക്കാലമല്ലേ, 17, 18, 20 വയസ്സിലൊക്കെ എന്താ വേദാന്തം എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഒന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒന്നും മനസ്സിലാവാറായിട്ടില്ല. പക്ഷെ പഠിക്കുകയും വേണം, പരീക്ഷ എഴുതാൻ വേണം. അപ്പോൾ അധ്യാപകർ ഈ പറഞ്ഞതുപോലെ ഓരോ ഉദാഹരണങ്ങളിൽ കൂടെ ഓരോന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഒരാള് ഒരു നദീതീരത്ത് കൂടി സഞ്ചരിക്കുമ്പോൾ അയാൾ അവിടെ മറ്റൊരു യോഗീശ്വരനെ, ഇതേപോലെ ഒരു യോഗീശ്വരനെ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ഇവിടേക്ക് ഒരു പാമ്പ് വരികയാണ് എന്ന് വിചാരിച്ചോളൂ. അപ്പോ യോഗീശ്വര അങ്ങെന്താണ് ചെയ്യുക എന്ന് പറഞ്ഞു. അയ്യോ, പാമ്പ് വന്നാൽ ഞാൻ ഓടും എന്ന് ഈ സന്യാസി വര്യൻ പറഞ്ഞു. അപ്പൊ അങ്ങെന്തിനാ ഓടണത്? അങ്ങേക്ക് അറിയാമല്ലോ ഈ പാമ്പിലുള്ള ചൈതന്യവും അങ്ങ് സന്യാസിയായിട്ടുള്ള അങ്ങയുടെ ചൈതന്യം ഒന്നാണെന്ന്. പിന്നെ പാമ്പ് വരുമ്പോ ഓടണത് എന്തിനാ? അപ്പൊ പറയും, പാമ്പ് എന്നുള്ളതൊരു മിഥ്യയല്ലേ എന്ന് വിചാരിച്ചാ പോരെ എന്ന് ഈ പഠിക്കുന്ന ആള് ചോദിക്കുകയാണ്. അപ്പോ ഈ ഗുരു തിരിച്ചു പറയാണ്, പാമ്പ് എന്നുള്ളത് മിഥ്യയാണ്, ഞാൻ ഓടുന്നതും മിഥ്യയാണ്. അപ്പൊ പിന്നെ താങ്കൾക്കെല്ലാം, അതായത് പാമ്പ് വരണതും മിഥ്യയാണ്, ഞാൻ ഓടുന്നതും മിഥ്യയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദിക്കാനുള്ള ആൾക്ക് പിന്നെ ഒന്നുമില്ലല്ലോ. നാളെ മുതൽ നീ ആരെയും കടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പാമ്പ്, ഭയങ്കര വിഷമുള്ളതായ ഒരു പാമ്പിനെ, കഥകൾ കേട്ടിട്ടുണ്ടാവും, അതിനോട് പറഞ്ഞു, നീ എന്തൊരു വിഷമുള്ള സർപ്പമാണ്, ആൾക്കാരെ മുഴുവനും കടിച്ചിട്ട് അവർക്ക് മുഴുവനും മരണമാണ് സംഭവിക്കുന്നത്. ഹേ സർപ്പമേ, നീ ഇനി ആരെയും കടിക്കരുത് എന്നൊരു യോഗി ആ പാമ്പിനോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പാമ്പ് ആരെയും കടിക്കാതെയായി. ആ വഴി പോകുന്ന ആരെയും കടിക്കാതെ, ആ വഴിക്ക് പോകുന്നവർക്കൊക്കെ ഈ പാമ്പിനെ ആലോചിച്ച്, പണ്ട് കാലത്ത് ഈ പാമ്പ് വളരെ ഉപദ്രവിച്ചിരുന്ന പാമ്പാണല്ലോ എന്ന് വിചാരിച്ച് അത് കടിക്കാതെ, അപ്പൊ കടിക്കില്ല എന്നൊന്നും അറിയില്ലല്ലോ, അതിൽ കൂടെ അങ്ങനെ നടക്കുക. ആൾക്കാരെ അപ്പൊ ആ വഴി നടക്കാതെ ഇരിക്കുകയാണ്, പാമ്പ് അവിടെ ഉണ്ടോ വിചാരിച്ചു. കുറെ കാലം കഴിഞ്ഞ് ചില ആൾക്കാർ പോയി, ആ പാമ്പ് പോയി എന്നാ തോന്നുന്നത്, അത് അവിടെ ഇല്ല, അവിടെ ആരെയും ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് അതിൽ കൂടെ പോയപ്പോൾ നോക്കിയപ്പോൾ ഒരു ദിവസം പാമ്പ് തൻ്റെ മാളത്തിൽ നിന്നും പുറത്ത് കിടക്കുകയാണ്, വെയിൽ കൊള്ളാനോ മറ്റോ കിടക്കുകയാണ്. അപ്പോൾ അവിടെ കൂടെ പോയിന്ന ആൾക്കാർക്ക്, ചിലർക്ക് കടി കിട്ടിയവരോ അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് കടി കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർ വിചാരിച്ചു രണ്ടങ്ങോട്ട് കൊടുത്തേക്കാം പാമ്പിന്, പണ്ടത്തെ കുറച്ച് തീർക്കാനുണ്ട് എന്ന് വിചാരിച്ച് വടിയെടുത്ത് 4 അങ്ങോട്ട് കൊടുത്തു പാമ്പിന്. പക്ഷെ പാമ്പ് എന്താ ചെയ്തില്ല, പാമ്പ് തിരിച്ചൊന്നും ചെയ്തില്ല, കടിച്ചില്ല. എന്തുകൊണ്ട്? എന്നോട് ഋഷീശ്വരൻ പറഞ്ഞിട്ടില്ലേ കടിക്കരുതെന്ന്, പാമ്പ് കടിച്ചില്ല. അങ്ങനെ ആയ ആൾക്കാർ മുഴുവനും അതേ കൂടെ പോണവരൊക്കെ ഓരോന്ന് കാട്ടിയിട്ടും അതിനെ ഉപദ്രവിച്ചിട്ടും പാമ്പ് തിരിച്ചൊന്നും ചെയ്യാതെ അവശനായി. എത്രയോ ദിവസങ്ങളൊക്കെ കഴിയാറായപ്പോഴേക്കും പാമ്പ് ചാകാറായി, വയ്യാത്തൊരവസ്ഥയിലായി. ആ സമയത്ത് അങ്ങോട്ട് പോയ ഋഷീശ്വരൻ അതാ തിരിച്ചു വരുന്നു. അപ്പൊ ഋഷീശ്വരൻ കണ്ടപ്പോൾ പറഞ്ഞു, സർപ്പമേ നിനക്ക് എന്ത് പറ്റി? നീ ആകെ ക്ഷീണിതനാണല്ലോ, മേലാസകലം വടു, മുറിവ്, ചോര ഇതൊക്കെ വരുന്നത്, എന്താ നിനക്ക് പറ്റിയത്? നിന്റെ കഴിവൊക്കെ എവിടെ പോയി? അപ്പൊ പറഞ്ഞു, അങ്ങല്ലേ എന്നോട് പറഞ്ഞത് ആരെയും കടിക്കരുതെന്ന്. ഞാൻ ആരെയും കടിച്ചില്ല, എല്ലാവരും എന്നെ കടിച്ചു, എന്നെ അടിച്ചു. അപ്പോ ഋഷീശ്വരൻ പറഞ്ഞു, ഇതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ ആരെയും കടിക്കരുതെന്നുള്ള പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ അവിടെ തടയന്നെ വേണം. അതതില് പറയാതെ പറയുന്നുണ്ട്, അത് ഇൻക്ലൂഡഡ് ആണ്. വെറുതെ പോയി ഓരോരുത്തരെ ഉപദ്രവിക്കുന്നരുത്. പക്ഷെ നമ്മളെ ആക്രമിക്കുകയോ നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ വേണമെങ്കിൽ അവിടെ
പ്രവർത്തിക്കുക തന്നെ വേണം. അതാണ് ഇതിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് രാമായണത്തിൽ പറയുന്നത് കർമ്മത്തിൽ നിൽക്കാതെ, കർമ്മം ചെയ്യാതെ നമുക്ക് മുമ്പാക്കം പോകാൻ പറ്റില്ല. ഭരതയോഗീശ്വരൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ഒന്നും ചെയ്യണ്ട, ജപിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാതിരിക്കരുത്. നമ്മളായിട്ട് ഇവിടെ കുറെ ആൾക്കാർക്ക് ജന്മം നൽകിയിട്ടില്ലേ, നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ മക്കളുണ്ട്, അവർക്കൊന്നും ചെയ്തു കൊടുക്കാതെ ആ ഒരു തലത്തിൽ പിന്നെ ഇങ്ങോട്ട് വരാതെ അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ട് പോയാൽ കുഴപ്പമില്ല. താൽക്കാലികമായിട്ട് പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് പറയാ, ഇളവ്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയില്ലേ ഇളതരം കാണുക എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ തത്വങ്ങളെയൊന്നും കൂട്ടുപിടിക്കരുത്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്യുകയും വേണം, അതുമായിട്ട് ഒട്ടിപ്പിടിക്കുകയും വരുത്. അതാണ് മമതാബന്ധനം എന്ന് ആദ്യത്തെ ക്ലാസ്സുകളിൽ മുതൽ ഇത് ഞാൻ പറയുന്നുണ്ടാവും. മമത എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കുറച്ച് ആൾക്കാരുമായിട്ട് ഇടപഴകാൻ തുടങ്ങുക, ഒരു സ്ഥലത്ത് വരിക, അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയാൽ ആ ബന്ധം തുടങ്ങും. എനിക്കും തോന്നി തുടങ്ങും, അയ്യോ പറളിക്കാട് പോയില്ലല്ലോ, ഈ മാസം എനിക്ക് പോകാൻ പറ്റില്ലല്ലോ എന്ന് അടുത്ത മാസം മുതൽ എനിക്ക് തോന്നും. നമുക്ക് അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് വരാൻ തോന്നും. അതാണ് മമതാബന്ധം. അത് എത്ര ഇല്ലാണ്ടാക്കാം എന്ന് പറഞ്ഞാലും ഇല്ലാതെ ആവില്ല. പക്ഷെ നിയന്ത്രിക്കണം, നിയന്ത്രിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഈ ജന്മം മറ്റുള്ളവരെ സജ്ജനങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട് നിയന്ത്രിച്ച് അടുത്ത ജന്മാകുമ്പോഴേക്കും നമുക്ക് അതിന്റെ മെച്ചുണ്ടാവും. അങ്ങനെയാണല്ലോ ഭരതയോഗീശ്വരൻ ഈ ഒരു നിലയിലെത്തിയത്. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഞാൻ ആരായിരുന്നു എന്നുള്ളത് രഘുഗണനോട് ഭരതൻ പറയുന്നുണ്ട്. ജഡഭരതനൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന പേരാണ്. ഈ ജന്മത്തിലും അദ്ദേഹത്തിന് എന്താ പേരെന്നൊന്നും അറിയില്ല. നമ്മൾ പറയുന്നു ജഡഭരതൻ അല്ലെങ്കിൽ ഭരതയോഗീശ്വരൻ എന്ന്. അദ്ദേഹത്തിന്റെ മുജ്ജന്മത്തിലെ പേര് വെച്ചിട്ടാണ് നമ്മൾ ആ വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്നത്. സ്വന്തം പേര് ഇപ്പൊ എന്താ പേരെന്നോ ഞാൻ ആരാണെന്നൊന്നും കൃത്യമായിട്ട് ആരോടും ജഡഭരതൻ പറയുന്നുമില്ല. അങ്ങനെ അപ്പോ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കുള്ള ഫലം അത് എത്രയായാലും ഇവിടെ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ട് അതിന്റെ തത്വങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരണം. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ക്രിയകൾ ചെയ്യണം, അതിന്റെ ഫലങ്ങള്. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന എന്ന് പറയും. കർമ്മത്തിലെ അധികാരമുള്ളൂ, ഫലത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് അധ്യാപകരോട് എപ്പോഴും പറയും, കർമ്മത്തിലെ നിങ്ങൾക്ക് അധികാരമുള്ളൂ. ഞങ്ങൾ തമാശയ്ക്ക് അങ്ങനെയൊന്നും പറയണത്. അതായത് കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അധികാരമുള്ളൂ, ശമ്പളം വേണമെന്ന് പറയാൻ പാടില്ല. അതല്ല കർമ്മം, അല്ലെങ്കിൽ കർമ്മഫലം അതല്ല. കർമ്മഫലം എന്താണ്? ആ കുട്ടികളുടെ ഉന്നതിയാണ്. കർമ്മഫലം എന്ന് പറയുന്നത് ആരായാലും കേട്ടോ, പ്രവൃത്തി ചെയ്യുന്നവരുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവനത്തിനായിട്ട് നമുക്ക് കിട്ടുന്ന തുകയല്ല. അതല്ല കർമ്മഫലം. നമ്മൾ അവിടെയാണ് അപ്പോൾ നിയന്ത്രിക്കുക. കർമ്മഫലത്തിൽ അധികാരമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. അതല്ല കർമ്മഫലം. കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മവുമായിട്ട് ബന്ധിപ്പിച്ചു വരുന്നതായ ഫലമാണ്. അതാണ് കുട്ടികൾ എത്ര കണ്ട് പഠിച്ചു, കുട്ടികളുടെ റിസൾട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തായാലും അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ വേവലാതി പിടിക്കരുത്. നമ്മളെ ആവുന്നതത്ര ആവുന്ന പോലെ വളരെ വ്യക്തമായിട്ട് ചെയ്യാനുള്ളതായ പ്രവൃത്തി ചെയ്യുക. ഫലം വരുമ്പോൾ വരട്ടെ എന്നുള്ളതാണ്. അതിൽ മനസ്സിനെ വല്ലാതെ ആകുലപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ തത്വത്തെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് തത്വവിമർശനായ അഞ്ജസ ഇപ്പോൾ തന്നെ യഥാർത്ഥത്തിലുള്ള തത്വങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരൂ, അങ്ങ് മനസ്സിലാക്കി തരൂ. എൻ്റെ മനസ്സിപ്പോഴും മേ മനഃ ഭ്രമത്തെ, എൻ്റെ മനസ്സിപ്പോഴും ഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭ്രമത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റിത്തിരിയുക, ഒരു ദിക്കിൽ ഉറച്ചിരിക്കുന്നില്ല. ഇപ്പോഴും മനസ്സിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സെപ്പോഴും ചഞ്ചലമാണ്. മനസ്സിന്റെ സ്വഭാവത്തെ പറ്റി പറയാറുണ്ട്, ചഞ്ചലമാണ്. ഒരു ദിക്കിൽ പിടിച്ചു നിർത്താൻ എനിക്ക് സാധിക്കുന്നില്ല. അതും കൂടിയും എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരണം എന്ന് പറയാണ് ചെയ്യണത്. എന്നിട്ടാണ് അടുത്തത് മുതലാണ് എല്ലാവരുടെയും പുസ്തകത്തിലുണ്ടാവും ബ്രാഹ്മണ ഉവാച അയം ജനോ എന്ന് പറയുന്ന ശ്ലോകം കാണാനില്ലേ? അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ചൊല്ലാം, എന്നിട്ട് നിങ്ങളും ഒന്ന് ഓരോ വരി ഞാൻ ചൊല്ലുമ്പോൾ ചൊല്ലിക്കോളൂ. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം യഃ പാർത്ഥിവ കസ്യ ഹേതോ തസ്യാപി ചാഘ്ര്യോരധിഗുൽഭജംഘാജാനൂരുമധ്യോര ശിരോധരാംസ. ഇതാണ് ശ്ലോകം.
ഞാൻ ഓരോ വരി ചൊല്ലിത്തരാം, നിങ്ങളത് ഏറ്റു ചൊല്ലണം. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം യഃ പാർത്ഥിവ പാർത്ഥിവ കസ്യ ഹേതോഃ തസ്യാപി ചാംഘ്ര്യോരധി ഗുൽഭജംഘാ ജാനൂരുമധ്യോരശിരോധരാംസാഃ. ഇവിടെയാണ് ബ്രാഹ്മണ ഉവാച, ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു. ജഡഭരതൻ, ഭരതയോഗീശ്വരൻ ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറയണത്? ഹേ പാർത്ഥിവ. പാർത്ഥിവ എന്ന വാക്ക് തന്നെ വളരെ കൃത്യമായിട്ട് ആലോചിച്ച് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അല്ലയോ മഹാരാജാവേ, പാർത്ഥിവൻ എന്നുള്ളതിന് നൃപൻ എന്നൊക്കെ അർത്ഥമുണ്ട്, അതന്നെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ മണ്ണിൽ നിന്നുണ്ടായത് എന്ന് വാക്കുണ്ട്. ആ പൃഥ്വീതത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനെ പാർത്ഥിവ തത്വം എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തില് അതും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലയോ പാർത്ഥിവ എന്ന് തന്നെ സംബോധന ചെയ്തത്. യഹ പാർത്ഥിവ സഹായേവ കസ്യ ഹേതോഹോ, അങ്ങനെയാണ് പറഞ്ഞു പോകണത്. നമ്മൾ യാതൊന്നാണോ പൃഥ്വി തത്വമായിട്ട് മനസ്സിലാക്കുന്നത്. ഇവിടെ പഞ്ചഭൂതങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പഞ്ചഭൂതങ്ങള് പൃഥിവ്യ തേജോ വായു ആകാശങ്ങള്, അവയുടെ ചേർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും. അതെങ്ങനെയാ മനസ്സിലാവുക? മണ്ണിന്റെ അംശമാണ് ഈ കാണുന്നതൊക്കെ എന്ന് എപ്പോഴാ മനസ്സിലാവുക? ജീവിച്ചിരിക്കുമ്പോ മനസ്സിലാവില്ല. ജീവിച്ചിരിക്കുമ്പോൾ മണ്ണിന്റെ അംശമാണ് നമ്മുടെ ശരീരം എന്ന് നമുക്ക് മനസ്സിലാവില്ല. ശരിയല്ലേ? മരിച്ചു പോയാലോ അപ്പൊ മനസ്സിലാവും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ ചിലര് കത്തിച്ചു കളയും, ചിലര് കുഴിച്ചിടും, അങ്ങനെ പല രീതികളുണ്ട്. ഇതൊക്കെ രാമായണത്തിലും പറയുന്നുണ്ട്. അത് ആ ലക്ഷ്മണോപദേശത്തിൽ അതൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് അതിനായിട്ട് ഒന്നുകൂടി വായിച്ചു. അപ്പൊ ഇതും അതൊക്കെ ആയിട്ട് നല്ലോണം അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ്. ചിലപ്പോൾ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷിക്കാനായിട്ടായിരിക്കും ഈ ശരീരം കൊടുക്കുന്നത്. അങ്ങനെ ആയാലും എങ്ങനെയായാലും അതിൽ എന്തിൽ ചേരും? മണ്ണിൽ ചേരും. നമ്മൾ കണ്ടിട്ടില്ലേ, ഓലമടലോ വിറകോ ഒക്കെ കുറച്ച് ദിവസം ഇങ്ങനെ മണ്ണിൽ വെറുതെ ഇട്ട് വെക്കും. കുറച്ച് കഴിഞ്ഞാൽ അതിൽ ചെതൽ വരും. ചെതൽ എന്ന് പറയുന്നത് എന്താ? മണ്ണിന്റെ രൂപത്തിലാക്കുക തന്നെയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പതുക്കെ 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 അത് മണ്ണാവും. അപ്പൊ മനസ്സിലാവും ഇത് മണ്ണിൽ നിന്നുണ്ടായതാണ്, മണ്ണായി തന്നെയാണ് തീരുന്നത് എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ശരീരം, നമ്മൾ ഇവിടുന്ന് കാണുന്നതായ, കണ്ണുകൊണ്ട് കാണുന്നതായിട്ടുള്ള സകല വസ്തുജാലങ്ങളും മണ്ണിൽ നിന്നുണ്ടാകുന്നതാണ്. മണ്ണാണ്. മനുഷ്യൻ മണ്ണ് തന്നെയാണ്. അവിടെ എന്താ വ്യത്യാസമുള്ളത് മനുഷ്യനും മണ്ണും തമ്മിൽ? അവിടെ ചൈതന്യം ഉണ്ട് എന്നുള്ളതാണ് വ്യത്യാസം. ചൈതന്യത്തിന്റെ ഒരു അംശം അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്തുന്നു എന്നോ പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പറയുന്ന പോലെ ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം പണ്ട് ചിത്രകേതുവിന്റെ പുത്രനായിട്ട് വന്ന്, ആ പുത്രനെ ഒരു ഭാര്യയിൽ ഒരു പുത്രനുണ്ടായി. ആ പുത്രനെ സപത്നിമാരൊക്കെ കൂടിയിട്ട് കൊന്നു. നാരദനും അങ്കിരസും കൂടിയിട്ട് അനുഗ്രഹിച്ചുണ്ടായ പുത്രനാണ് ചിത്രകേതുവിന്. അപ്പോ ആ പുത്രനോട് ചോദിക്കുകയാണ്. പുത്രൻ മരിച്ചു പോയപ്പോൾ ഉറക്കെ കരഞ്ഞു. ചിത്രകേതുവും പത്നിയും കരഞ്ഞപ്പോൾ എനിക്ക് ഈ കുട്ടിയെ ജീവിപ്പിച്ച് കിട്ടണം. ഭാഗവതത്തിലെ കഥയാണ്. ഈ കുട്ടിയെ കിട്ടണം, ഈ കുട്ടിയെ കിട്ടണം, ജീവിച്ചു കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ നാരദനും അങ്കിരസും വന്നിട്ട് ഈ പുത്രനെ ജീവിപ്പിച്ചു. അപ്പോൾ ആ കുട്ടി എണീറ്റിരുന്നു. എന്നിട്ട് ചോദിച്ചു, നീ കണ്ടില്ലേ മകനെ കരയുന്നത്? അച്ഛനും അമ്മയും കരയണത് കണ്ടില്ലേ? എന്തിനാണ് നീ ഇങ്ങനെ പെട്ടെന്ന് ആരോടും പറയാതെ ഇങ്ങോട്ട് പോയത് എന്ന് ചോദിച്ചപ്പോൾ, ആരാ കരയണത്? എൻ്റെ ഏത് ജന്മത്തിൽ അച്ഛനും അമ്മയുമാണ് കരയുന്നത് എന്ന് ചോദിച്ചു. അതോടുകൂടിയിട്ട് അച്ഛനമ്മമാർക്ക് മകൻ എന്നുള്ള ബന്ധം അവിടെ മുറിഞ്ഞുപോയി. ചിത്രകേതുവിന് മടുപ്പായി. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് നമ്മൾ എന്നു മുതൽ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്, എന്ന് വരെ ഇവിടെ ഉണ്ട് എന്നുള്ളത്, ഈ ശരീരവുമായിട്ട് ഇവിടെ എത്ര വരെ ഉണ്ടെന്നാ എന്ന് മുതൽ ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചൈതന്യ സ്വരൂപിയായിട്ട് നമ്മൾ ഇവിടെ സ്ഥിരമുണ്ട്. നമുക്കറിയുന്നില്ല എന്നുള്ളൂ, നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളൂ. ഈ ശരീരമാണ് എല്ലാം എന്ന് കരുതിയിട്ട് അതിനെ പോഷിപ്പിച്ച് കൊണ്ട് നടന്നിട്ട് ഒരു ദിവസം ആ ശരീരം അങ്ങോട്ട് പോകും. അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാവുക? ശരീരം എങ്ങനെ ആയാലും ശരീരമല്ല നമ്മൾ എന്നുള്ള ആ ഒരു ചൈതന്യം ഉള്ളിലുണ്ട്. അത് അതിനെ വിട്ടുപോയാൽ ശരീരം അവിടെ കിടക്കും. അതാണ് മരണം. അത് കഴിഞ്ഞിട്ടോ പുനരപി ജനനം, പുനരപി ജനനം, പുനരപി മരണം, അല്ലെങ്കിൽ പുനരപി മരണം, പുനരപി ജനനം,
പുനരപി ജനനീ ജഠരേ ശയനം, അങ്ങനെയല്ലേ പറയണത് മോഹമുദ്ഗരത്തില്. പുനരപി മരണം പുനരപി ജനനം, വീണ്ടും മരിക്കുന്നു വീണ്ടും ജനിക്കുന്നു, പിന്നെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി പിന്നെയും കുഞ്ഞു കുട്ടിയായിട്ട്. അപ്പോ എവിടെ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ ഗർഭത്തില്. അമ്മയുടെ ഗർഭത്തിലായിരുന്നോ? അല്ല, അച്ഛന്റെ രേതസ്സില്. അച്ഛന്റെ രേതസ്സിൽ എവിടെ എത്തി? അച്ഛൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന്. അച്ഛൻ എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? ഇവിടെയൊക്കെയുള്ള ചെടികളും അല്ലെങ്കിൽ അതിന്റെ കായകറികളും ഒക്കെയാണ് കഴിച്ചത്. അപ്പൊ ഞാൻ എവിടം വരെ എത്തി? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, പിന്നാക്കം. അപ്പോൾ ആ ചെടികളിലുണ്ട് ഞാൻ, ആ ചെടികൾക്ക് കൊടുത്ത വളത്തിലുണ്ട് ഞാൻ, അതിന്റെ വിത്തിലുണ്ട് ഞാൻ, അതിന്റെ അപ്പുറത്ത്. അപ്പൊ നമ്മളും ഈ കാണുന്ന പ്രപഞ്ചവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ള ആ ചിന്തയിൽ പിന്നെ നമുക്ക് ആരെയും ആവശ്യമില്ലാതെ ഉപദ്രവിക്കാനോ, ഞാനല്ല അടുത്ത് നിൽക്കുന്ന ആള് ഞാനല്ല എന്ന് കരുതിയിട്ടാണല്ലോ നമ്മൾ അവരെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്. ആ ചിന്ത മാറിക്കിട്ടും. അതിനാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മളെ സഹായിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് ഇവിടെ ഞാൻ എന്നൊരൊറ്റ ഞാനേ ഉള്ളൂ. അവിടെ പറയണില്ലേ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽവതമിണ്ടാവതല്ല മമ. പിന്നെന്തായിരുന്നു? പണ്ടേ കണക്കെ വരുവാൻ, അല്ലെ? മുമ്പത്തെ പോലെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ വരണമെങ്കിൽ എന്നെ അനുഗ്രഹിക്കുക തന്നെ വേണം. അങ്ങനെയുള്ള നാരായണായ നമ എന്നാണ് ഹരിനാമകീർത്തനം, അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ ആ ഒരൊന്നേ ഉള്ളൂ. അവിടെ നിന്ന് 2, 3, 4, 5 എന്നൊക്കെയുള്ള ചിന്തകള് നമ്മൾ ഓരോരുത്തരുമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. അപ്പോ ആ അവസ്ഥയിലേക്ക്, ആ ഒന്നെന്നുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള ഉപദേശങ്ങളാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ നമ്മൾ കാണുന്ന ഈ ശരീരത്തില് പാർത്ഥിവമായിട്ടുള്ള മണ്ണിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ശരീരത്തില്, ആ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? ആ ശരീരത്തിലെ താഴെ കാലുകളുണ്ട്, അതാണ് അംഘ്രി. താഴേക്കുള്ള ഭാഗത്തിന് അംഘ്രിയാണ്. അതിന്റെ മുകളില് കാലുണ്ട്, അതിന്റെ മുകളിലെ ഗുൽഭങ്ങള്. ഗുൽഭങ്ങൾ എന്ന് പറഞ്ഞാല് ഈ പാദവും ഈ ജംഘയും തമ്മിൽ ചേരുന്നതായിട്ടുള്ള ഞെരിയാണി എന്ന് പറയും. ഇവിടെ അങ്ങനെ പറയുമായിരിക്കും, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ പറയും, അങ്ങോട്ടൊന്നും അങ്ങനെ പറയില്ല. ഞെരിയാണി എന്നൊന്നൊരു വാക്ക് പറഞ്ഞത് ഏതാണിയാണെന്ന് എന്നോട് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ വടക്കോട്ടുള്ള ഭാഷയിലാണ് ഒരാണി പോലെ തന്നെയാണ് അത്. അപ്പുറം അപ്പുറം ഇങ്ങനെ മുറുക്കി വെച്ചേക്കണ പോലെയല്ലേ, നമ്മൾ ഈ കമ്മലൊക്കെ ഇടുന്ന പോലെയാണ്. അപ്പുറത്തുണ്ട് ഒരു ഉണ്ട, അപ്പുറത്തും ഒരു ഉണ്ട കാലില്. അതിനെയാണ് ഗുൽഭം, ഗുൽഭദ്വയം. നമുക്ക് 2 കാലുകൾക്കും 2 ഗുൽഭങ്ങളുണ്ട്. പിന്നെ ജംഘ, കണങ്കാലുകള്. ജാനു, തുട. ജാനുമുട്ട്, ഊരു, തുട. അതുപോലെ തന്നെ മധ്യം, വയറ്. അത് കഴിഞ്ഞാല് ഉരസ്, നെഞ്ച്. ശിരസ്, അധരം തുടങ്ങിയിട്ടുള്ള ഓരോന്നോരോന്ന് അംശം. ഇതൊക്കെ ആയിട്ടുള്ള ഒരു ശരീരം നിനക്കുണ്ട്, എനിക്കുണ്ട്, ഇവിടെ കാണുന്നതായിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. ആ ശരീരം എന്ന് പറയുന്നത് മണ്ണാണ്, മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ മണ്ണിൽ നിന്ന് എങ്ങനെയാ ഉണ്ടായി വന്നതെന്ന്? ഈ ചെടിയുടെ ഉള്ളില് മണ്ണുണ്ടല്ലോ, മണ്ണിൽ നിന്ന് നല്ല അംശങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവിടെ പച്ചക്കറികൾ മുഴുവൻ ഉണ്ടാവുന്നത്. ഇനി മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും മൃഗങ്ങളെ ഭക്ഷിക്കുന്നവരുണ്ടല്ലോ, മാംസം ഭുജിക്കുന്നവര്, മത്സ്യം ഭുജിക്കുന്നവര്, അവരും ഇങ്ങനെ പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ അവരും ചെന്നെത്തുന്നത് ഈ ഇവിടെയുള്ള പാർത്ഥിവമായിട്ടുള്ള വസ്തുക്കളല്ലേ. അപ്പോൾ ഇതല്ലാതെ ഒന്നും നമ്മുടെ ശരീരം ഓരോ ദിവസം ചെല്ലുന്തോറും തടിച്ച് വരുന്നത് എങ്ങനെയാ? ഭക്ഷണം അടിച്ചു കയറ്റിയിട്ട് തന്നെയല്ലേ, ഭക്ഷണം കഴിച്ചിട്ടാണ്. അല്ലാതെ വരുന്നവരൊക്കെ ഉണ്ടാവാട്ടോ, ഇല്ലാന്നൊന്നല്ല. സ്വാഭാവികമായിട്ട് വളരെ കൃശഗാത്രരായിട്ട് ഭക്ഷണം കിട്ടാതിരിക്കുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുത്താൽ ഒരു തടി, ഒരു ഉരുളിച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ ഭക്ഷണം ശരീരത്തിനെ മെച്ചപ്പെടുത്തുന്നതിന് കാരണമാണ്. ആ ഭക്ഷണം എവിടെ നിന്നുണ്ടാവുന്നത്? അത് ഭൂമിയിൽ നിന്നാണ്. അത് രണ്ടും തമ്മിൽ ചേരുന്നുണ്ടെങ്കിൽ എന്താ അർത്ഥം? അതൊന്നാണെന്ന് തന്നെയാണ് അർത്ഥം. അതായത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ പാർത്ഥിവമായിട്ടുള്ള പദാർത്ഥങ്ങൾ തന്നെയാണ്. അവിടെ വെള്ളമുണ്ട്, വായുവുണ്ട്, മണ്ണുണ്ട്, നമുക്കറിയാം. ഇതൊക്കെ കൂടി ചേർന്നതാണ് നമ്മുടെ ശരീരം. പക്ഷെ രൂപം മാറിയിട്ടുണ്ട്. നമ്മൾ പറയൂലോ മണ്ണ് കൊണ്ട്, ഇതിൽ ഉദാഹരണങ്ങളൊക്കെ പലതും പറയും. നമ്മുടെ കയ്യിലെ ചെരാതുകൾ ഉണ്ടാവും ഇല്ലേ, വീട്ടിൽ നമ്മൾ ചെരാതുകൾ കൊളുത്തി വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഭരണികൾ, മൺഭരണികൾ ഉണ്ടാവും. അതുപോലെ ചട്ടികൾ ഉണ്ടാവും, കറി വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന. അങ്ങനെ പലതരം സാധനങ്ങൾ. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? മണ്ണ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടാണ്. അല്ലെങ്കിൽ എല്ലാവരുടെ കഴുത്തിലും ഉണ്ടാവും ഒരു മാല, അല്ലെങ്കിൽ ഒരു വള, കമ്മല്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? സ്വർണം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്താ ഒരു ലോഹം, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ കൂടി ഉരുക്കിയാൽ കിട്ടുന്നത് സ്വർണമാണ്. പക്ഷെ അതിനെ ഓരോരോ കലാകാരന്മാരുടെ ഓരോരോ അച്ചുകളിലൂടെ അത് ഉരുക്കി ഒഴിച്ച് കിട്ടുമ്പോൾ ഓരോന്നിനും ഓരോ രൂപം വന്നു.
മൃത് ശരാവാദിന എന്ന് നാരായണീയത്തിൽ പറയും. ഒന്നന്നെയാണ് സാധനം. മണ്ണ് ചില സമയങ്ങളിൽ അത് ചരാത് പോലെ ഇരിക്കും, ചിലപ്പോൾ ഭരണീയുടെ രൂപത്തിലിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും പാത്രങ്ങളുടെ രൂപത്തിലിരിക്കും. പക്ഷേ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഒരൊറ്റ കളിമണ്ണ് കൊണ്ടാണ്. ഇതുകൊണ്ട് തന്നെ നമ്മൾ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കും, അതിന് പൂജ ചെയ്യും. അങ്ങനെ ഇവിടെ നമ്മൾ മണ്ണുകൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കുന്നുവോ അതുപോലെയാണ് നമ്മുടെ ശരീരവും. ഒരാളുടെ മൂക്ക് നല്ലവണ്ണം താഴ്ന്നിട്ടാവും, ഒരാളുടെ മൂക്ക് കുറച്ച് പൊന്തിയിട്ടായിരിക്കും, ഒരാൾക്ക് നെറ്റി കുറേ ഉണ്ടാവും, ഒരാൾക്ക് തലമുടി കുറവായിരിക്കും, അല്ലെങ്കിൽ തലമുടി കൂടുതലായിരിക്കും. ഇത്രയൊക്കെയല്ലേ വ്യത്യാസമുള്ളൂ. എല്ലാവരുടെ മുഖത്തും കണ്ണും മൂക്കും വായൊക്കെ ഉണ്ട്. അതൊക്കെ അതാത് സ്ഥാനത്തുണ്ട്. ചില രൂപഭേദങ്ങൾ വരും. അതെങ്ങനെ എവിടുന്നാ വരുന്നത്? നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ രണ്ടും കൂടി ചേർന്ന് ചിലപ്പോൾ ഒരാളുടെ ഡിറ്റോ ആയിട്ട് അങ്ങനെയൊക്കെ വരും. ഇതിങ്ങനെ ഇതിൻ്റെ ഒരു മൂലം അന്വേഷിച്ച് നോക്കിയാൽ ഇത് പിന്നാക്കം 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 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഒരറ്റം കാണില്ല. മുമ്പാക്കം പോകുമ്പോഴും അതിനും അറ്റം കാണില്ല. അതുകൊണ്ടാണ് ഈ ജീവൻ എന്ന് പറയുന്നത് ആദിയുമില്ല, അനാദിയുമാണ്, അനന്തവുമാണ് എന്ന് പറയുന്നത്. അത് ഊർജസ്വരൂപമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ആ ഈ ഒരു രൂപം, അതായത് നീ ഇപ്പൊ രാജാവാണ്, നിനക്ക് ഇന്ന സ്ഥാനങ്ങളുണ്ട്, ഇന്ന രീതിയിലാണ് നീ ഭരിക്കുന്നത്, ഇന്നതാണ് നമ്മുടെ കർത്തവ്യങ്ങൾ എന്നൊക്കെ പറയുമെങ്കിലും അതൊക്കെ താൽക്കാലികമാണ്. അടുത്ത ജന്മം നീ ഒരു ഭിക്ഷക്കാരനായിട്ടാണ് ചിലപ്പോൾ ജനിക്കുന്നുണ്ടാവുക. അപ്പോൾ എവിടെ പോകും ഈ രാജാവിൻ്റെ പ്രഭാവങ്ങളൊക്കെ? അതുകൊണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നതായിട്ടുള്ള ഈ ശരീരത്തിൽ ഈ പാർത്ഥിവമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർത്തിട്ട് ഒരു ശരീരം ഉണ്ടാക്കുന്നു. അതാണ് അയം ജനോ. നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, നമ്മൾ എന്ന് പറയുന്നത് അത് ഭഗവാൻ ഹേതുവായിട്ട് ആരൊരാള് കാരണമായിട്ടാണോ ഇങ്ങനെയൊക്കെ ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ എല്ലാ അവയവങ്ങളോട് കൂടിയിട്ട് നിലനിൽക്കുന്നത്, പൃഥ്വിയിൽ നിലനിൽക്കുന്നത്, അതൊക്കെ ഭഗവത് കൃപയാണ് എന്നുള്ള ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഒരു 6 ശ്ലോകങ്ങളെ കൊണ്ട്, ഈ 5 മുതൽ ഇനി വരുന്ന ബാക്കി ശ്ലോകങ്ങളെ കൊണ്ട് ഈ ശരീരത്തിൻ്റെ സ്വഭാവങ്ങൾ ഇതൊക്കെ നശിക്കാൻ സാധ്യതയുള്ളതാണ് എന്നും അതുകൊണ്ട് അതിലൊന്നുമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, നമ്മുടെ അജ്ഞാനങ്ങൾ മുഴുവനും ഈ ശരീരം കൊണ്ട്, ഈ നശ്വരമായിട്ടുള്ള ശരീരം കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുമുള്ളതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെയുള്ള ഭേദങ്ങളെ നമ്മൾ തമ്മിലുള്ളൂ. ഇപ്പൊ എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും തമ്മിലുള്ള ഭേദം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടായി വരുമ്പോൾ നിരന്ന് ഈ ആശുപത്രികളിൽ കുട്ടികൾ കിടക്കുമ്പോൾ ഇതെൻ്റെ കുട്ടിയാണെന്നും ചിലപ്പോൾ ഒരു അമ്മയ്ക്കും പറയാൻ പറ്റിക്കോളണമെന്നില്ല. ഒരേ ഛായ ഏതാണ്ടൊക്കെ എല്ലാവർക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴല്ലേ രൂപമൊക്കെ മാറി 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 അച്ഛൻ്റെയും അമ്മയുടെയും ഉമ്മാവിൻ്റെയും ചിറ്റമ്മയുടെയും ഒക്കെ രൂപം വരുന്നത് പതുക്കെ പതുക്കെയാണ്. അപ്പോഴേ നമ്മൾ ഇന്ന കുടുംബത്തിലെയാണെന്ന് മനസ്സിലാവുള്ളൂ. പ്രായമായാൽ കുറേ കാലം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഛായയും. അത് സ്ത്രീ പുരുഷ ഭേദം കൂടി ഇല്ലാണ്ടേ തിറങ്ങും കുറച്ച് കാലം കഴിഞ്ഞാൽ. നമ്മൾ അത് ആണാണോ പെണ്ണാണെന്നൊക്കെ എഴുതിയൊക്കെ വെക്കേണ്ടി വരും. ഫോട്ടോ ഒക്കെ കണ്ട അയ്യോ ഇത് ആരായിരുന്നു, മുത്തശ്ശനാണോ മുത്തശ്ശിയാണോ എന്ന് മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. എനിക്ക് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല പ്രായം, നല്ലോണം പ്രായം വേണം കേട്ടോ. 10, 90, 100 അടുത്തെത്തുമ്പോഴാണ് സ്ത്രീ പുരുഷ ഭേദം അവിടെയും ഇല്ല, ജനിക്കുമ്പോഴും ഇല്ല. അപ്പൊ ഇതിൻ്റെ ഈ മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന്നു നാം വൃഥ എന്ന് അവിടെയും പൂന്താനം പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് കാലമേ ഉള്ളൂ, നേരമേ ഉള്ളൂ ഇതിൻ്റെ മധ്യത്തിൽ. നമ്മൾ വിചാരിക്കും ഇത് കുറേ കാലമാണെന്ന്. ഇല്ല, വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാലമാണ്. ആ സമയത്ത് നമ്മൾ എന്തിനാണ് ഈ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് മത്സരിക്കുന്നത്? ഇവിടെ ഞാൻ രാജാവാണ്, നീ പ്രജയാണ്, നിങ്ങളൊക്കെ കൂടിയിട്ട് എൻ്റെ പല്ലൊക്കെ ചുമക്കേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭേദബുദ്ധിയോടുകൂടി കാണരുത്, അല്ലെങ്കിൽ ഒരു അഹുഗുണ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ ഇത് നമ്മളൊന്നുകൂടി ചൊല്ലാം അല്ലേ? ഈ ഒരു ശ്ലോകം എല്ലാവരും കൂടി ചൊല്ലിക്കോളൂ. അയം ജനോ നാമ ചലൻ പൃഥിവ്യാം യഃ പാർത്ഥിവഃ പാർത്ഥിവകസ്യ ഹേതോ തസ്യാപി ചാഘ്ര്യോരധിഗുൽഭജംഘാ ജാനൂരുമധ്യോരശിരോധരാംസ. അതാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിനെ പറ്റി ഒന്ന് പറഞ്ഞു. അടുത്തതായിട്ട് രാജാവിനോട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി എടുത്ത് പറയാണ്. 6ാമത്തെ ശ്ലോകം. അംസേധിദാർവീശിബികാചയസ്യാം സൗവീരരാജേത്യവദേശ ആസ്തേ യസ്മിൻ ഭവാൻ രൂഢനിജാഭിമാനോ രാജാസ്മി സിന്ധുഷ്വിതി ദുർമദാന്ധ. ഞാൻ ഓരോ വരി ചൊല്ലിത്തരാം, ഒന്ന് ഏറ്റു ചൊല്ലിക്കോളും.
അംസേധിദാർവീ ശിബികാ ച യസ്യാം സൗവീരരാജേത്യപദേശ ആസ്തേ യസ്മിൻ ഭവാൻ രൂഢനിജാഭിമാനോ രാജാസ്മി സിന്ധുഷ്വിതി ദുർമദാന്ധ. എന്താണ് ഇവിടെ പറയണത്? അംസേ അധി, രഘുഗണനോട് പറയാണ്, നിന്റെ രഘുഗണനോട് കാണിച്ചു കൊടുക്കാണ്, ഈ അമാലന്മാരുടെ കാര്യം പറയാണ്. അംസേ, അംസം എന്ന് പറഞ്ഞാല് ഈ തോളല്ലുകള്, അതിന്റെ അധി, അതിന്റെ മുകളിൽ എന്ത് വെച്ചിട്ടുണ്ട്? തോളിനു മീതെ ദാർവീ ശിബിക. ശിബിക എന്ന് പറഞ്ഞാല് ഈ പല്ലക്ക്. രാജാക്കന്മാരൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പല്ലക്കിന്റെ ഉള്ളിൽ കയറിയിരുന്ന് അത് ചുമന്നുകൊണ്ട് പോകും. അവരെയാണ് അമാലന്മാര് എന്ന് പറയാം. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇപ്പോ ഈ ഭരതയോഗീശ്വരനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാളുടെ കുറവുണ്ടായപ്പോ പിടിച്ചുകൊണ്ട് വന്നതാണല്ലേ. എന്തായിപ്പോയി, കഥകളൊക്കെ മാറിപ്പോയി. ഇദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട്, രാജാവിന്റെ രഘുഗണന്റെ ഭാഗ്യം കൊണ്ട് കപില വസുദേവരെ കാണാൻ വേണ്ടിയിട്ട് പോവാനിരുന്ന അദ്ദേഹത്തിന് അതൊന്നും വേണ്ടി വന്നില്ല. അതാണ് ഈ ഒരു മുനീഷ്, അതായത് അവരവര് ചെയ്തതായിട്ടുള്ള നന്മ കൊണ്ടാണ് അത് വരുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അറിവ് സമ്പാദിക്കാനുള്ള ഒരു വഴി അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഈ പറഞ്ഞ അമാനന്മാര് അവരുടെ തോള്, ആ തോളിന്റെ മുകളില് ദാർവീ ശിബിക. ദാർവി എന്ന് പറഞ്ഞാല് ദരു നിർമ്മിതം, മരം കൊണ്ടുണ്ടാക്കിയ എന്നർത്ഥം. മരം കൊണ്ടുണ്ടാക്കിയതായ ഒരു പല്ലക്ക് അതായിരിക്കുന്നു. അതില് ആ പല്ലക്കിൻ്റെ ഉള്ളിൽ യസ്യാം ശിബികായാം, ആ അമാലന്മാരുടെ പല്ലക്കിന്റെ ഉള്ളിൽ നീ ആരായിട്ട് ഇവിടെ അഹംഭാവത്തോടു കൂടിയിരിക്കുന്നു? സൗവീരരാജേത്യപദേശ ആസ്തേ, സൗവീര രാജാവാണ് ഞാൻ എന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് താങ്കൾ ഇങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുന്നു. സൗവീരരാജൻ ആണ്, സിന്ധു രാജാവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ആദ്യം തന്നെ നമ്മൾ അതൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു പേരില് ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞാല് ഈ പറഞ്ഞ സൗവീരരാജന്റെ പുത്രൻ രാജാവായി തീർന്നാൽ പിന്നെ ഇയാൾ എവിടെ പോവും? അപ്പൊ ഈ സൗവീര രാജാവാണെന്ന് പറഞ്ഞിട്ട് ഈ പല്ലക്ക് എവിടെ പോവും? അല്ലെങ്കിൽ പല്ലക്കിലാറി കയറിയിരിക്കും, മകൻ കയറിയിരിക്കും, അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ അച്ഛനെ ആരെങ്കിലും കയറ്റിയിരുത്തോ? ഇല്ല, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാരായിട്ട് അവിടെ മാറ്റിയിരുത്തും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. കുറച്ചു കാലം കഴിഞ്ഞാൽ റിട്ടയർ ചെയ്താൽ പിന്നെ നമ്മളൊക്കെ മാറിയിരിക്കേണ്ടവരാണ്, പിന്നെ ഭരിക്കുന്നവർ വേറെയാണ്. അങ്ങനെ വേണമല്ലോ. എല്ലാ കാലവും എല്ലാവർക്കും ഉള്ളതല്ലേ, കുറച്ചു പേർക്ക് മാത്രമായിട്ടില്ലല്ലോ. അധ്രുവമാണെല്ലാം, യൗവനം അധ്രുവമാണ്. കുറച്ചു കാലം നല്ല ഉശിരും ചൂടും ചെറുക്കൊക്കെ ഉള്ള കാലത്ത് ആവാവുന്ന എല്ലാ പണിയും നമ്മൾ ചെയ്യും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞാൽ വയ്യാണ്ട് ചെയ്തിറങ്ങിയാൽ മക്കൾ പറയും, അമ്മേ അച്ഛ അവിടെ ഇരുന്നോളും, ഞങ്ങളായിക്കൊള്ളാം ബാക്കിയൊക്കെ എന്ന് പറയും. അതുപോലെയാണ് താങ്കളും. ഇപ്പൊ ഈ പല്ലക്കിലൊക്കെ കയറി ഇരുന്നിട്ട് ഞാൻ സൗവീര രാജാവാണ് എന്ന് പറഞ്ഞ അഹങ്കാരത്തോടു കൂടിയൊക്കെ അങ്ങക്ക് കയറിയിരിക്കാം. സൗവീരരാജേത്യപദേശ ആസ്തേ യസ്മിൻ ഭവാൻ രൂഢനിജാഭിമാന. അത് ഇപ്പോൾ ഉള്ളത് അങ്ങ് വളരെ ഉറച്ചു വിശ്വസിച്ചിരിക്കുകയാണ്. രൂഢനിജാഭിമാന. രൂഢമെന്ന് പറഞ്ഞാല് ഉറച്ചത്, മുറുക്കി അവിടെ വച്ചിരിക്കുകയാണ്. എന്ത്? ഞാനാണ് സൗവീര രാജാവ് എന്നിങ്ങനെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അങ്ങ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. മാത്രമല്ല രാജാസ്മി സിന്ധുഷ്വിതി ദുർമദാന്ധ. ദുർമതമാണ്, കേവലം മതമല്ല, മതം തന്നെ നന്നല്ല, ദുർമതത്തിന്റെ കാര്യം പിന്നെ പറയും വേണ്ട. ദുരഹങ്കാരം, മഹാ പോക്കിരിത്തരം. ഞാനാണ് എല്ലാം ചെയ്യേണ്ടത്, ഞാനാണ് തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത്, ഞാനാണ് രാജാവ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും കൂടി ചെയ്യുക. അതാണ്. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ രാജാവായിട്ടിരിക്കുമ്പോൾ രാജാവിന്റെ പണി ചെയ്യണ്ടേ? ഒരാള് ഇലക്ഷനിൽ നിന്ന് ജയിച്ചു, ആ ആൾക്ക് ആ പ്രദേശത്തിന്റെ ചുമതലകൾ വരില്ലേ? ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ ഇവിടെ രഘുഗണൻ എന്താണ്ടായത്? അതിൻ്റെ ഒരു അഹങ്കാരം അനുഭവിച്ചു. അതാണല്ലോ ഈ ഇദ്ദേഹം ഭരത യോഗീശ്വരൻ നടക്കുമ്പോൾ ചെറിയ പ്രശ്നം വന്നപ്പോഴാണല്ലോ എന്താ ഈ മഞ്ചലിന്റെ ഈ ഭാഗത്ത് മാത്രം ഒരു ചെരിവ്. അദ്ദേഹം യോഗീശ്വരൻ ഒരു 2 or 3 ദൂരത്തേക്ക്, എന്താണ് പറയാ, വിൽപ്പാട് ദൂരത്തേക്ക് എന്തെങ്കിലും പ്രാണികളുണ്ടോ, ഉറുമ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒരടി വെക്കുള്ളൂ. മഞ്ചലും ചുമന്ന് അങ്ങനെയാണ് പോയിരുന്നത്. നമ്മൾ കണ്ടു. ആദ്യം പറഞ്ഞത് അതാ,
അപ്പൊ എന്താ ഉണ്ടാവുക? മറ്റുള്ളവർ പോവും, ഇയാളുടെ ഭാഗം നീങ്ങില്ല. അപ്പൊ ഒരു ചെരിവ്, ഒരു വളവ് ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്ക് യാതൊരു സൗഖ്യം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ രാജാവിന് ഇതിൻ്റെ ഉള്ളിൽ കയറി പോകേണ്ട കാര്യമൊന്നുമില്ല, നടന്നു പോകാനുള്ള ദൂരമൊക്കെ ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഈ അമാലന്മാരെ അങ്ങ് കഷ്ടപ്പെടുത്തുകയാണെന്നാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ചു നോക്കൂ, അപ്പോൾ പിന്നെ അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതാണ് ഉപദേശം വരുന്നത്. അപ്പോൾ ഇവിടെ ഞാനാണ് സിന്ധു രാജ്യങ്ങളുടെ മുഴുവൻ, സിന്ധുഷു എന്ന് ബഹുവചനത്തിൽ പറയുന്നത് 1 2 രാജ്യങ്ങളൊന്നുമല്ല, ധാരാളം രാജ്യങ്ങളുണ്ട്. അതിൻ്റെ മുഴുവനും അധിപതിയാണ് ഞാൻ എന്നുള്ള അഹങ്കാരത്തോട് കൂടിയിട്ട് അങ്ങ് ഈ പറഞ്ഞ ഈ മഞ്ചലിൽ കയറി ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കളയണം. അതായത് 4 അമാലന്മാർ അവിടെ ഉണ്ടായിരുന്നു, സുഖമായിട്ട് ചിലപ്പോൾ അത് പോയേനെ. അവരുടെ ഡ്യൂട്ടി, അമാലന്മാരുടെ ഡ്യൂട്ടി അമാലന്മാർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കൊണ്ടു നടക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ രാജാവിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ടാവും, രാജാവിൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും എന്തായാലും. അതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നമ്മൾ നാടകമാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. നാടകത്തിൽ ഓരോ വേഷങ്ങൾ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആക്കുകയൊക്കെ വേണം. പക്ഷെ അതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതകാലം മുഴുവനും നോക്കാറുണ്ടോ? ഇല്ലല്ലോ. ഒരു അഭിനയിക്കാൻ കഴിവുള്ളവര് രംഗത്ത് കയറിയിട്ട് ശ്രീരാമനാണ്, സീതയാണ്, ദുഷ്യന്തനാണ്, ശകുന്തളയാണെന്നൊക്കെ പറഞ്ഞ് 3 മണിക്കൂർ അഭിനയിക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വന്നാലും നമ്മൾ ദുഷ്യന്തനും ശകുന്തളയൊന്നും ആവുന്നില്ലല്ലോ. അതേപോലെയാണ് നമ്മൾ എത്ര നേരത്തേക്ക് രാജാവാകുന്നോ അത്ര നേരത്തേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് തുടരേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം ക്ലിയർ ആക്കാനുണ്ട്, വൃത്തിയാക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ രഘുഗണന് പിന്നെയും ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിൽ എവിടെയാണോ ഒന്നുകൂടി ശുദ്ധീകരിക്കേണ്ടത് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിന്റെ ശരീരവും ഈ അമാലന്മാരുടെ ശരീരവും ഈ ശിബികയും ഒക്കെ ഒന്നന്നെ, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പൃഥ്വിയിലെ വസ്തുക്കൾ കൊണ്ടാണ്. അപ്പൊ ഞാൻ ആ പൃഥ്വി കൊണ്ടുണ്ടാക്കിയതായ വസ്തുവിൽ ഞാൻ കയറിയിരിക്കണു എന്ന് പറഞ്ഞിട്ട് ഞെളിയേണ്ട ഒരു കാര്യമില്ല. ഞാനും ഈ ശിബികയും ഒന്നാണ്. അത് ചുമന്നുകൊണ്ട് നടക്കുന്ന അമാലന്മാര് അവരും നീയും തമ്മിലും യാതൊരു ഭേദവും. ഇതാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് പറയാണ്. ആവർത്തിച്ച് പറഞ്ഞാലേ ചിലതൊക്കെ അങ്ങോട്ട് കയറിപ്പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ആണി അടിക്കുമ്പോൾ എങ്ങനെയോ ഒരടി കൊണ്ട് ആണി താഴ്ത്തേക്ക് കയറി പോവാം. ഇല്ല, എന്തുകൊണ്ട് ആണി അത്ര വേഗം കയറി പോവാത്തത്? പ്രതലം അത്ര സോഫ്റ്റ് ഒന്നുമല്ല. അടിച്ചു കയറ്റുന്ന പ്രതലം നല്ല കടുപ്പമുള്ളതാണെങ്കിൽ അവിടെ കയറ്റണമെങ്കിൽ 10 20 അടി കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മുടെ ബുദ്ധി നല്ല കട്ടിയായിട്ടായിരിക്കണം. ഞാനെന്ന ഭാവം പല ഏഷണികളും മറ്റുള്ളവരുടെ പൊട്ട ന്യൂസുകളും എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ പഴയ പോലെ തന്നെ പിന്നെയും ഈ പായൽ മൂടിയ കുളം പോലെയുള്ളതായ മനസ്സുമായിട്ട് നമുക്ക് മുമ്പാക്കാൻ പോകാൻ പറ്റുള്ളൂ. ഈ ലോകത്ത് അതേ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുക. നിസ്സംഗമായിട്ട് അതെയോ അങ്ങനെയൊക്കെ ഉണ്ടോ, ശരി, അവർക്ക് അങ്ങനെ എല്ലാം കേൾക്കണം എന്ന് മോഹേ, നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അപ്പൊ അവിടുന്ന് വേറെ ഒരെണ്ണം ഇങ്ങോട്ട് വരും, പിന്നെ നമ്മൾ അങ്ങോട്ട് അങ്ങനെ അതിനെ പൊലിപ്പിക്കണമെന്ന് മോഹമുള്ള ആൾക്കാരാവും ചുറ്റുമുള്ളത്. നമ്മളായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട, അവിടെ വെച്ച് നിർത്തിയാൽ മതി. കൂടുതൽ ഒരംശവും നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാതെ ആയാൽ അങ്ങനെയുള്ള അറിവുകള്, ചീത്ത ചിന്തകള് ഉള്ളിലേക്ക് കയറി വരാതിരിക്കും. അതാണിവിടെ ഞാനെന്ന ഭാവം ത്യജിക്കൂ. ഞാൻ സൗവീര രാജാവാണ്. സൗവീരം എന്ന് പറഞ്ഞ ഒരു പ്രദേശത്തിന്റെ രാജാവ്. ആ സൗവീരം എന്ന് പറയുന്നത് സിന്ധു രാജ്യത്തിന്റെ ഒക്കെ ഒരു തലസ്ഥാനം. അപ്പോൾ അവിടുത്തെ മഹാരാജാവാണ് എന്നുള്ള ആ ദുരഭിമാനം, ദുർമതം കൊണ്ട് കളഞ്ഞാലേ മുൻപാക്കം നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റുള്ളൂ. അതെടുത്ത് കളയണം എന്നാണ്, അതാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം. എല്ലാവരും ചൊല്ലിക്കോളൂ. അംസേധിദാർവീ ശിബികാചയസ്യാം സൗവീരരാജേത്യപദേശ ആസ്തേ യസ്മിൻ ഭവാൻ രൂഢനിജാഭിമാനോ രാജാസ്മി സിന്ധുഷ്വിതി ദുർമദാന്ധ.